കണ്ണൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. പാനൂർ വടക്കേ പൊയിലൂർ ശ്രീ കുരുടൻകാവ് ദേവീക്ഷേത്രം കളിയാട്ടത്തിനിടെയാണ് സംഭവം. ആനപ്പുറത്തുണ്ടായിരുന്ന ക്ഷേത്ര പൂജാരി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആനയെ തളച്ചു. ആന ഇളകിയിട്ടുള്ളത് ഫെലിക്സ് ചേരുന്നുണ്ട്. ഫെലിക്സ്, വളരെ അത്ഭുതകരമായ രക്ഷപ്പെടലായിരുന്നു. എന്താണ് അവിടെ ശരിക്കും സംഭവിച്ചത്? ഇത് എങ്ങനെയായിരുന്നു? ഇന്നലെ ഈ ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായുള്ള സമാപന ദിവസമായിരുന്നു. സമാപന ദിവസത്തിൽ എഴുന്നള്ളത്ത് നടന്നു. ഈ എഴുന്നള്ളത്തിനിടെയാണ് ഈ ആന ഇടഞ്ഞത്. 3 ആനകൾ ഉണ്ടായിരുന്നു. അതിൽ ഒരാന ഇടഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി ഒരു 11 മണിയോടുകൂടിയായിരുന്നു സംഭവം. ആന ഇടിഞ്ഞ് റോട്ടിലേക്ക് ആദ്യം ഓടി, പിന്നീട് അവിടെ നിന്നും ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് വന്നു. അവിടെ ആന ഏറെ നേരം നിലയുറപ്പിക്കുകയാണ് ഉണ്ടായത്. ഈ ആന ഈ ഇടഞ്ഞ സമയത്ത് ആനയുടെ പുറത്ത് ക്ഷേത്ര പൂജാരി ഉണ്ടായിരുന്നു. ആ സമയത്താണ് ആന ഇടഞ്ഞത്. ക്ഷേത്ര പൂജാരി രക്ഷപ്പെടാൻ പല ശ്രമം നടത്തി. ഒടുവിൽ ഒരു മരത്തിന്റെ കൊമ്പിൽ പിടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ നിലത്തേക്ക് വീഴുകയാണ് ഉണ്ടായത്. പക്ഷേ ആന ആക്രമിച്ചില്ല. തലനാരിഴയ്ക്കാണ് ആ പൂജാരി രക്ഷപ്പെട്ടത്. പിന്നീട് അവിടുന്ന് ഓടി മാറുകയായിരുന്നു. ഏറെ നേരം പരിഭ്രാന്തി സൃഷ്ടിച്ചിട്ടുണ്ട് ഈ ആന. കാരണം 11 മണിയോടുകൂടിയാണ് ആന ഇടഞ്ഞത്. പിന്നീട് മണിക്കൂറുകളോളം നേരം ആളുകളെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ആന. പിന്നീട് ഒരു വീടിന്റെ ഗേറ്റിനുള്ളിലേക്ക് ആന മാറുകയും ആ പറമ്പിൽ ആന നിൽക്കുകയുമായിരുന്നു. പിന്നീട് രാവിലെയോടുകൂടി വെറ്റിനറി ഡോക്ടർമാരടക്കം എത്തിയാണ് ഈ ആനയെ തളച്ചത്. ഏതായാലും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി ആന ഇടിഞ്ഞെങ്കിലും ആർക്കും വലിയ രീതിയിൽ പരിക്കുകളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. പക്ഷേ ഈ പരിഭ്രാന്തരായ ആളുകൾ ഓടുകയാണ് ഉണ്ടായത്. കാരണം ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു. ക്ഷേത്രോത്സവത്തിന്റെ സമാപന ദിനം കൂടി ആയതുകൊണ്ട് എഴുന്നള്ളത്തടക്കമുള്ളത് കൊണ്ട് തന്നെ ധാരാളം പേർ ഇവിടെ എത്തിയിരുന്നു. ഈ പാനൂർ വടക്കേ പൊയിലൂർ കുരുടൻകാവിലാണ് ഈ സംഭവം ഇന്നലെ രാത്രി നടന്നത്. ഏതായാലും ആർക്കും തന്നെ വലിയ പരിക്കുകളില്ല എന്നത് ഏറെ ആശ്വാസകരം തന്നെയാണ്. ശരി ഫെലിക്സ്, ഇപ്പോൾ കണ്ണൂരിലാണ് ഈ സംഭവം ഉണ്ടായത്. വളരെ അത്ഭുതകരമായി ക്ഷേത്ര പൂജാരി രക്ഷപ്പെടുകയായിരുന്നു. ആർക്കും പരിക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്തത് കൊണ്ട് ഭാഗ്യം എന്ന് വേണം പറയാൻ.